ബ്രഹ്മാദിയോഗി മുനിസേവിത സിദ്ധമന്ത്രം ദാരിദ്ര്യ ദുഃഖഭവരോഗ വിനാശമന്ത്രം സംസാരസാഗര സമുദ്ധരണൈകമന്ത്രം വന്ദേ മഹാഭയഹരം രഘുരാമമന്ത്രം. അപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. അഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് ഓരോ അങ്ങനെ കുടൽമാലകളൊക്കെ എടുത്ത് കഴുത്തിലണിഞ്ഞിട്ടും ആരാ വാനരന്മാര് തന്റെ സൈന്യം നശിച്ചുകൊണ്ടിരിക്കുന്ന രാവണൻ അമ്പരപ്പോടെ നോക്കിക്കണ്ടു. വാനരന്മാര് ഈ രാക്ഷസന്മാരുടെ കുടൽമാലയൊക്കെ എടുത്ത് കഴുത്തിലിട്ട് അങ്ങനെ സംഹാരതാണ്ഡവം ആടുകയാണ്. അതൊക്കെ രാവണൻ ഇങ്ങനെ അമ്പരപ്പോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇത് സംഭവിക്കുന്നത് മൂപ്പർക്കൊരു പിടിയും കിട്ടുന്നില്ല. ഭടന്മാരെ പടക്കളത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുന്നതും കണ്ടു രാവണൻ. അപ്പൊ വില്ലെടുത്ത് ആ ഭീരുക്കളുടെ നേരെ അസ്ത്രങ്ങൾ അയച്ചു. സ്വന്തം പടയാളികളോട് രാവണൻ ക്രോധപൂർണനായത് കണ്ട വാനന്മാർക്കും അതൊരു പ്രചോദനമായി. സ്വന്തം ആൾക്കാരെന്നല്ലേ കൊല്ലുന്നത്. അപ്പൊ ഇവർക്ക് കുറച്ചുകൂടി പ്രചോദനം കിട്ടി അതിൽ നിന്ന്. അവർ ആനന്ദം കൊണ്ട് അലറി ഒളിച്ചുപോയി. വലിയ കൂട്ടമായി ചെന്ന് രാവണന്റെ നേരെ ചാടി. പർവ്വത ശിഖരങ്ങളും പിഴുതെടുത്ത വൃക്ഷങ്ങളും അവന്റെ നേരെ എറിഞ്ഞു. രാവണൻ തിരിഞ്ഞു നിന്ന് യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ തന്റെ ഭടന്മാരെ പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ ഫലമായുണ്ടായ രാക്ഷസ സൈന്യത്തിന്റെ മുന്നേറ്റം നേരിടാനാവാതെ വാനന്മാർ നാനാഭാഗത്തേക്ക് മൂടി. അത്രയും ഗംഭീരമായിരുന്നു ഈ രാക്ഷസന്മാരുടെ തിരിച്ചുവരവ് എന്ന് പറയാം. എന്നിട്ട് പറയുന്നു, സ്വാമി സുഗ്രീവാ സുഗ്രീവാ, മഹാരാജാവേ ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ എന്നവർ വിലപിക്കാൻ തുടങ്ങി. അപ്പൊ രാവണനെ ശാസ്ത്രവർഷങ്ങളെ കൊണ്ട് ഭൂമിയും ആകാശവും മൂടിപ്പോയി. വാനന്മാരാണെങ്കിലോ വിദൂര സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഭാവത്തിലാണ്. താവളത്തിൽ സ്ഥിതി താറുമാറായി. ഈ അവസ്ഥ കണ്ട ലക്ഷ്മണൻ അമ്പും വില്ലും എടുത്ത് യുദ്ധത്തിന് സന്നദ്ധനായി. ശ്രീരാമചന്ദ്രൻ നമസ്കരിച്ച ശേഷം അവിടുത്തെ അനുഗ്രഹത്തോടുകൂടി യുദ്ധക്കളത്തിലേക്ക് ചെന്നു. അപ്പോഴോ ലക്ഷ്മണൻ രാവണനോട് പറഞ്ഞു, എടാ ദ്രോഹി, കുരങ്ങന്മാരെയും വൃക്ഷന്മാരെയും കൊല്ലുന്നത് കൊണ്ട് നിനക്ക് എന്ത് കിട്ടും? സാക്ഷാൽ മൃത്യുവിനെ പോലെ നിന്റെ ഇഹലോക ജീവിതത്തിന് ഇതാ അറുതി വരുത്താനെത്തി നിന്റെ മുമ്പിൽ നിൽക്കുന്ന കാലാത്മാവായ എന്നെ നോക്കൂ. ആര് പറഞ്ഞു? ലക്ഷ്മണകുമാരൻ. രാവണൻ മറുപടി പറഞ്ഞു, ഓ നിന്നെ എനിക്കറിഞ്ഞൂടെ? നീ എന്റെ മകനെ കൊന്നവനല്ലേ? കുറെ ദിവസമായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. ഇന്ന് എനിക്ക് നിന്നെ വധിച്ചാലേ എന്റെ മനസ്സിന് ആശ്വാസം കിട്ടുകയുള്ളൂ. രാവണൻ ക്രോധം കൊണ്ട് അലറി ലക്ഷ്മണന്റെ നേർക്ക് നിശിതങ്ങളായ അസ്ത്രങ്ങൾ അയച്ചു. പക്ഷെ ലക്ഷ്മണൻ അവയെ സാമർഥ്യപൂർവ്വം ആയിരക്കണക്കിന് കഷ്ണങ്ങളാക്കി വിട്ടു. കൂടാതെ എന്താ, അദ്ദേഹം രാവണന്റെ നേരെ ആഗ്നേയാസ്ത്രങ്ങൾ തൊടുത്തു. അവ തേനും തേരാളിയും ഛിന്ന ഭിന്നമാക്കി. പക്ഷേ ലക്ഷ്മണകുമാരന് രാവണനെ കൊല്ലാൻ പറ്റൂല. ലക്ഷ്മണൻ ശരമാരി രാവണന്റെ നേരെ തൊടുത്ത് വിട്ടു. ഒരു തരം മഴ പെയ്യുന്നത് പോലെ തന്നെ രാവണന്റെ മുഖങ്ങളിൽ നെഞ്ചിലും തറഞ്ഞ് കയറി. രാവണൻ ബോധം കെട്ട് നിലത്ത് വീണു. പക്ഷേ പെട്ടെന്ന് തന്നെ ബോധം തിരിച്ചു കിട്ടി. അത്യന്തം ക്രുദ്ധനായ അദ്ദേഹം ലക്ഷ്മണന്റെ നേരെ ത്രിമൂർത്തികളാൽ ആദ്യനായ ബ്രഹ്മാവിന് നൽകപ്പെട്ട ഭയങ്കരവും പ്രബലവും ആയ ബ്രഹ്മാസ്ത്രം അയച്ചു. ആ അസ്ത്രമേറ്റ് ലക്ഷ്മണൻ നിലത്ത് വീണുപോയി. ഹനുമാനത് കണ്ടു. രാവണനെ ശപിച്ചുകൊണ്ട് ലക്ഷ്മണന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. രാവണൻ തന്നെ മുഷ്ടി കൊണ്ട് ഹനുമാൻ ഇടിച്ചു. അതിന്റെ ഫലമായി വേദന കൊണ്ട് അദ്ദേഹം വട്ടം കറങ്ങിയെങ്കിലും വീണില്ല, നിലത്ത് വീണില്ല. അത്ര ശക്തനല്ലേ? തനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി ഒരു അടി ഹനുമാൻ തിരിച്ചു കൊടുത്തു. അതേറ്റ് രാവണൻ മൂർച്ഛിച്ചു. ഇടിവെട്ട് പോലുള്ള ഒരു താടനം ഒരു വാനരന്റെ മുഷ്ടിക്ക് നൽകാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം കാണുക പോലും ചെയ്തില്ല. ഇതിനിടയിൽ ലക്ഷ്മണന് ബോധം തെളിഞ്ഞു. വീണ്ടും യുദ്ധസന്നദ്ധനായി എഴുന്നേറ്റ് നിന്നു. അബോധാവസ്ഥയിലായിപ്പോയ രാവണനെ മറ്റൊരു രഥത്തിലേക്ക് താങ്ങി കയറ്റേണ്ടി വന്നു. തേരാളി തേർ ലങ്കക്ക് അഭിമുഖമായി തെളിച്ചു. എത്തിയതോടുകൂടി രാവണൻ ബോധം വന്നു. അവിടെ എത്തിയിട്ടാകുമ്പോൾ മൂപ്പർക്ക് ബോധം വരുന്നത് തന്റെ പടിക്കലെത്തിയ ശത്രുവിനെ അവിടെ വെച്ച് തന്നെ പരാജയപ്പെടുത്താൻ വിനാശാത്മകവും വിജയദായകവുമായ പടലഹോമം എന്ന ഹോമം നടത്താൻ രാവണൻ കൽപ്പന നൽകി. എന്തൊരു മഹാവിഡ്ഢിയാണ് രാവണൻ!
രാമനെതിരായുള്ള യുദ്ധത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും വിജയം നേടുമോ? ഇല്ലല്ലോ. വിഭീഷണന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയിരുന്നവർ ഈ ഹോമവാർത്ത താമസം വിനാ വിഭീഷണൻ എത്തിച്ചു കൊടുത്തു. വിഭീഷണനുടൻ രാമനെ സമീപിച്ച് പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി, മുമ്പ് മേഘനാഥൻ ചെയ്തിരുന്നില്ലേ ഒരു യജ്ഞം? അതുപോലെ രാവണനും അത് ചെയ്യാൻ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് മുടക്കണം. രാവണന് യജ്ഞഫലം സിദ്ധിക്കാതിരിക്കത്തക്കവണ്ണം ഇത് വാനരന്മാരെ അയച്ചു മുടക്കണം. ഈ ഹോമം തടയാതിരുന്നാൽ പിന്നെ രാവണനെ വധിക്കാൻ വളരെ വിഷമമായിരിക്കും പ്രഭു. നേരം പുലർന്നു. രാമന്റെ കൽപ്പന പ്രകാരം അങ്കദനും ഹനുമാനും വലിയൊരു വാനര സംഘത്തോടുകൂടി യജ്ഞസ്ഥലത്തേക്ക് കുതിക്കുകയാണ്. അവർ വമ്പിച്ച ആഹ്ലാദത്തിൽ തുള്ളുകയും ചാടുകയും ചെയ്തുകൊണ്ട് രാവണന്റെ രാജധാനി വളഞ്ഞു. ഈശ്വരനിന്ദകമായ യജക യുദ്ധത്തിൽ നിന്നും പലായനം ചെയ്ത് വീട്ടിൽ അഭയം തേടി നീ ധ്യാനനിഷ്ഠനായിരിക്കുകയാണോ? അവരോട് പറഞ്ഞു രാവണനോട്, ഈശ്വരനിന്ദകനായ യജക. അങ്കദൻ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത് ചവിട്ടു കൊടുത്തു. യജ്ഞത്തിന് തൊട്ടു മുമ്പായുള്ള മൗനത്തിലും ധ്യാനത്തിലും നിലീനനായിരുന്നു രാവണൻ. ഏറ്റവും ചെറിയൊരു ചലനമോ അശ്രദ്ധയോ പോലും അവനെ യജ്ഞത്തിന് അനർത്ഥനും അശുദ്ധനുമാക്കും. വിജയലബ്ധിക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ആ യജ്ഞം നിഷ്ഫലമാവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ രാവണൻ അനങ്ങിയില്ല. അങ്കദനും വാനരന്മാർ രാവണനെ പ്രകോപിപ്പിക്കാൻ ഓരോ വിധം പെരുമാറി തുടങ്ങി. ഇവരിൽ ചിലർ അവന്റെ മുടി പിടിച്ചു വലിച്ചു. രാവണൻ അത്യുഗ്രമായ ക്രോധമുണ്ടായി. എന്നിട്ട് എഴുന്നേറ്റു. ചില വാനന്മാരെ പിടിച്ച് തലക്ക് ചുറ്റും ചുഴറ്റി നിലത്തെറിയുവാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു വല്ലാത്ത നാണക്കേടായി. ഉടനെ രാവണനും വാനന്മാരും തമ്മിൽ മൽപ്പിടുത്തവും യുദ്ധവും നടന്നു. രാവണൻ ആസൂത്രണം ചെയ്ത യജ്ഞം അങ്ങനെ മുടങ്ങി. രാവണൻ ദുഃഖ നിമഗ്നനായി. സങ്കടം സഹിക്കാൻ കഴിയാണ്ടായി. അവർ സംഭവിച്ചതെല്ലാം ദേവനെ അറിയിച്ചു. വിഭീഷണനും മറ്റുള്ളവരും തങ്ങളുടെ തന്ത്രം വിജയിച്ചത് സന്തുഷ്ടരായി. യജ്ഞം ചെയ്യാൻ പങ്കില്ലാത്തത് രാവണൻ അത്യന്തം നിരാശനായി. പക്ഷേ അദ്ദേഹത്തിന് യുദ്ധഭൂമിയിലേക്ക് പോകാൻ ധാർമ്മികമായി തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു. രാജധാനിയിൽ നിന്നും പുറപ്പെട്ടതോടുകൂടി ദുശ്ശകുനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും അഭിമുഖീകരിച്ചു. പരുന്തുകൾ പറന്നു വന്ന് തലയിലും കൈകളിലും ഇരുന്നു. അദ്ദേഹത്തിന്റെ കിരീടം വഴുതി വീണു. ഈ മുന്നറിയിപ്പുകളൊന്നും അദ്ദേഹം വിലപിച്ചില്ല. കാരണം വിനാശകാരി വിപരീത ബുദ്ധിയാണല്ലോ. യുദ്ധവാദ്യങ്ങൾ മുഴക്കാനും കാഹളം വിളിക്കാനും അദ്ദേഹം ആജ്ഞാപിച്ചു. ഈ അടയാളം കണ്ടതോടുകൂടി ലക്ഷക്കണക്കിന് രാക്ഷസന്മാർ ഒന്നിച്ച് യുദ്ധസന്നദ്ധരായി. രാമനെതിരായി വൻ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി സൈന്യം മുന്നോട്ട് നീങ്ങി. രാമൻ ആവനാഴിയും വസ്ത്രങ്ങളും എടുത്ത് തയ്യാറായി. കാൽമുട്ടുവരെ എത്തുന്ന കൈകളും അതിവിസ്തൃതമായ വക്ഷസ്സുമായി സൗന്ദര്യത്തിന്റെ നിറകുടമായ രൂപൂർണമായ ആ മൂർത്തിമദ്ഭാവം രണഭൂവിൽ സ്ഥിതി ചെയ്തു. പരാക്രമന്റെ ഒരു ചിത്രമായിരുന്നത്. കണ്ടാലും മതിയാവത്ത മനോഹരമായ ഒരു രൂപം. വാനിൽ ദേവന്മാർ സമ്മേളിച്ചു. എന്തിനാ? രാമചന്ദ്രന്റെ ആ മനോഹരമായ രൂപം കാണണം, ആ യുദ്ധ വൈദഗ്ധ്യം കാണണം, രാവണവധം കാണണം. ഇതൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം. രാക്ഷസക്കൂട്ടങ്ങളിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കാൻ അവതരിച്ച ആ രക്ഷകന് ഭക്ത്യാദരങ്ങൾ സമർപ്പിച്ചു ദേവന്മാരെ. പരിപൂർണമായ അച്ചടക്കത്തോടെ ആജ്ഞകൾക്ക് ദത്തശ്രദ്ധരായി വാനന്മാർ പിന്നാലെ നടന്നു. പ്രളയദിനത്തിൽ എല്ലാം മുക്കുന്ന ജലപ്രവാഹം ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഇടിവെട്ടുന്ന മേഘങ്ങളെ പോലെ വാനരക്കൂട്ടം നശീകരണ വ്യഗ്രതയോടെ രാക്ഷസ സൈന്യത്തോട് അടുത്തു. അവർ ശത്രുക്കൾക്കു നേരെ എറിഞ്ഞ പർവ്വത ശിഖരങ്ങൾ ഇടിവെട്ടും പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വീണു. അടുത്ത നിമിഷം രാക്ഷസന്മാരുടെ രഥങ്ങൾ, ഗജങ്ങൾ, തുരകങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു. ആയിരം രാക്ഷസന്മാർ ആഴക്കളത്തിൽ മരിച്ചു വീണു. രക്തപ്പുഴകൾ ഇങ്ങനെ ഒഴുകുകയാണ്. രാക്ഷസ ഭടന്മാർ നിലം പതിച്ചു. രാവണന് ഒറ്റപ്പെട്ടതുപോലെ സ്വയം അനുഭവപ്പെട്ടു. വാനന്മാരും വൃക്ഷന്മാരും അസംഖ്യമുണ്ടെന്നും അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തന്റെ ജാലവിദ്യാപ്രയോഗം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ രാമൻ മറ്റൊരു വിധമായിരുന്നു ഇച്ഛിച്ചത്. അദ്ദേഹത്തിന്റെ ഇച്ഛപ്രകാരം രാവണൻ നോക്കുന്നിടത്തെല്ലാം മുന്നണിപ്പടക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള രാമലക്ഷ്മണന്മാരോടുകൂടി വാനര സമൂഹത്തെ കണ്ടു രാവണൻ. ഇത് കണ്ടപ്പോൾ തന്റെ ഇന്ദ്രജാലിക പ്രയോഗം നിഷ്പ്രയോജനമാണെന്ന് രാവണന് തോന്നി. ഉടനെ വാനന്മാരെ എല്ലാം തന്റെ മുമ്പാകെ വിളിച്ചു വരുത്തി രാമൻ സഗൗരവം അവരോട് പറഞ്ഞു, ദീർഘവും കഠിനമായ യുദ്ധം കൊണ്ട് നിങ്ങളെല്ലാം തളർന്നിരിക്കുകയാണല്ലോ, പോയി വിശ്രമിക്കുവിൻ.
അപ്പോൾ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം നോക്കി കാണുവിൻ. ഈ വാക്കുകൾ പറഞ്ഞു തന്നുടനെ രാവണൻ വെല്ലുവിളിക്കുന്ന ഗർജനത്തോടുകൂടി രാമനെ എതിരിട്ടു. ഇത് കണ്ടപ്പോൾ രാമൻ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് വന്നു, വിഡ്ഢിയെ, ആദ്യം ഞാൻ നൽകുന്ന ധർമ്മോപദേശങ്ങൾ ശ്രദ്ധിക്കുക. ലോകത്തിൽ 3 തരം മാലകളാണ് ഉള്ളത്. ആദ്യത്തെ തരത്തിൽപ്പെട്ടവർ പാടലീ മരം പോലെയാണ്. ഇത് മനോഹരമായി പുഷ്പിക്കും, പക്ഷേ ഒരൊറ്റക്കായ പോലും അതിലുണ്ടാവുകയില്ല. വെറും സംസാരത്തിൽ മാത്രം ഏർപ്പെട്ടിരിക്കുന്നവരും തങ്ങൾ പറയുന്നത് അണുമാത്രവും അനുഷ്ഠിക്കാത്തവരുമായ ആളുകൾ ഇത്തരത്തിൽപ്പെടുന്നു. ഇത് പാടലീ വൃക്ഷം പോലെ പൂക്കും, കായ്ക്കൂല. രണ്ടാമത്തെ തരത്തിൽപ്പെട്ടവർ വാഴ പോലെയാണ്. അതും പുഷ്പിക്കുകയും കായുള്ളതുമായിരിക്കും. സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും തങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുന്നവർ ഈ തരത്തിൽ പെട്ടവരാണവർ. മൂന്നാമത്തെ തരത്തിൽപ്പെട്ടവർ പ്ലാവ് പോലെയാണ്. അതിന് പുഷ്പങ്ങളില്ല, ഫലങ്ങളേയേ ഉള്ളൂ. ഇത്തരക്കാർ അധികം സംസാരിക്കുകയോ വമ്പ് പറയുകയില്ല. ഇവർ നിശബ്ദം പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് വീമ്പിളക്കലില്ല. നീ നിലയറിയാതെ അഹങ്കരിക്കുന്ന വിഡ്ഢിയാണ്. നിന്റെ അധാർമികമായ ഭരണത്തിന് നാം ഉന്മൂലനം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ഭാവമൊന്നും നമ്മുടെ രാവണനില്ല. അദ്ദേഹം പറഞ്ഞു, എന്ത്, എന്നെ പഠിപ്പിക്കാനായി ധൈര്യപ്പെടുന്നു? എന്നിട്ട് അധമമായി സംസാരിച്ചു. പെട്ടെന്ന് രാവണൻ ഒരു കൂട്ടം ഓർത്ത ശരങ്ങൾ രാമന്റെ നേരെ പ്രയോഗിച്ചു. എന്നെ പഠിപ്പിക്കാൻ ധൈര്യപ്പെടണമെന്ന് ചോദിച്ചു വൃത്തികെട്ട വർത്താനം പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? മൂർത്ത ശരങ്ങൾ രാമന്റെ നേരെ പ്രയോഗിക്കുകയാണ് രാവണ പ്രഭു. രാമൻ ആഗ്നേയാസ്ത്രം കൊണ്ടാണ് മറുപടി കൊടുത്തത്. രാമനേറ്റ ആയുധം രാവണനേറ്റ ശരങ്ങളെല്ലാം ചുട്ട് ചാമ്പലാക്കി. ലക്ഷക്കണക്കിലുള്ള നിശിതാഗ്രങ്ങളായ ചക്രങ്ങളും ത്രിശൂലങ്ങളും രാമന്റെ നേരെ പ്രയോഗിച്ചു. പക്ഷേ അവന്റെ ദുഷ്ടഹൃദയത്തിന്റെ പ്രതീക്ഷകളൊന്നും ഫലിച്ചില്ല. അത് കണ്ടപ്പോൾ രാമൻ തന്റെ മഹാശക്തിയുള്ള വില്ലെടുത്ത് മാരകാസ്ത്രങ്ങളുടെ ഒരു പ്രവാഹം തന്നെ അഴിച്ചുവിട്ടു. തടുത്തു നിർത്താനാകാത്ത മൃത്യുദൂതന്മാരെ പോലെ മാരക വിഷമേൽപ്പിക്കുവാൻ ഉത്സുകരായ മൂർഖൻ പാമ്പുകളെ പോലെ രാവണന് നേരെ പാഞ്ഞു ചെന്നു. രാവണന്റെ ഒരു ശിരസത്ത് താഴെയിട്ടാൽ മറ്റൊന്ന് തൽത്താൻ തീർന്നു വരുന്നത് രാമൻ കണ്ടു. അങ്ങനെയാണ്. ഇങ്ങനെ 101 തല ചെയ്തിട്ടും അവന്റെ തലക്കൊരു ഭംഗവുമില്ല. പിന്നെയും തല. തന്റെ ആസന്നമായ മരണത്തെ അവഗണിച്ചുകൊണ്ട് രാവണൻ ദുരഭിമാനത്തിൽ ആമഗ്നായിരുന്നു. വിജയത്തിമിർപ്പിന്റെ ആഹ്ലാദത്തോടുകൂടി അദ്ദേഹം രാമനെ വെല്ലുവിളിച്ചു. അതൊരു ഭീകര ദർശനമായിരുന്നു. അറുത്തിട്ട നിലയിൽ നിലത്തുരുണ്ടു വീണ രാവണ ശിരസ്സുകൾ. ഇവിടെ രാമൻ, ഇവിടെ ലക്ഷ്മണൻ, ഇവിടെ സുഗ്രീവൻ എന്നാർത്തുകൊണ്ടിരുന്ന ശരീരത്തിന്മേൽ ശേഷിച്ച തലകൾ പല്ലിഞ്ഞിരിക്കുകയും വിഭീഷണൻ എവിടെയെന്ന് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ നേരെ ശകാരം വർഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നിലത്ത് വീണ് തലയാണ് ചോദിക്കുന്നത്. എവിടെ രാമൻ, എവിടെ ലക്ഷ്മണൻ, എവിടെ സുഗ്രീവൻ, കൊണ്ടാ. രാവണൻ പറഞ്ഞു, വിഭീഷണ, സിംഹാസനത്തിരിക്കാൻ എന്റെ മരണവാർത്തയും കാത്തുകൊണ്ടിരിക്കുന്നത് ലജ്ജിക്കേണ്ടതാണ് കേട്ടോ. നീ ഒരു വീരനല്ല, ഭീരുവായ തപസ്വിയാണ്. നീ ലജ്ജിക്കണം. ഒരാളെ നിന്റെ മുഖത്ത് നോക്കരുത്. പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ട തലകൾ വീണ്ടും വളർന്നു വന്നു. രാവണൻ വീണ്ടും ഏറ്റവും ഭയങ്കരവും അതുല്യവുമായ ശക്തിയോടുകൂടി പടവെട്ടി. ലക്ഷ്മണനും സുഗ്രീവനും അംഗദനും അത് നോക്കി നിന്നു. അവന്റെ പരാക്രമത്തെ ശ്ലാഘിച്ചു. രാവണന്റെ അന്ത്യം ഇനി നീട്ടിക്കൂടെന്ന് രാമൻ തീരുമാനിച്ചു. ഓരോ ദിവസം കഴിയും തോറും അവന്റെ അനീതികളും അധാർമിക പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരികയായിരുന്നു. നളനും നീലനും മറ്റു നായകന്മാരും രാവണന്റെ നേരെ പാറക്കല്ലുകൾ എറിഞ്ഞ് അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സന്ധ്യയായി. അന്നത്തെ യുദ്ധം അവസാനിച്ചു. പിന്നെന്താ, അന്ന് രാത്രി സീതയുടെ അടുത്തിരുന്ന് യുദ്ധം വർണ്ണിച്ചു കൊടുക്കുകയായിരുന്നു ത്രിജട. രാമൻ അറുത്ത് നിലത്തിരുന്ന ഓരോ തലയുടെ സ്ഥാനത്ത് മറ്റൊന്ന് വളർന്നു വരുന്നതായി സീതയോട് പറഞ്ഞു. ഈ വസ്തുത കേട്ടപ്പോൾ സീത വിളർത്തുപോയി. അവർ ദുഃഖനിമഗ്നയായി. ഈ സംഭവ വികാസത്തിൽ ത്രിജട ആശ്ചര്യപ്പെട്ടു. അവള് പറഞ്ഞു, ഉത്കണ്ഠപ്പെടേണ്ട ദേവി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അങ്ങയുടെ രൂപം പ്രതിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് തലകൾ വീണ്ടും വളർന്നു വരുന്നത്. ഇത് കേട്ടപ്പോൾ സീത ദുഃഖിതയും അസന്തുഷ്ടയുമായി. ഈ വൃത്തികേട് തോന്നിപ്പോയി സീതക്ക്. ത്രിജട പെട്ടെന്ന് കൂട്ടിച്ചേർത്തു, സീതയെ സംശയിക്കേണ്ട, അദ്ദേഹത്തിന്റെ അന്ത്യം ആസന്നമായിരിക്കുന്നു. രാമൻ ജയിക്കും. രാമനും ഓരോ അസ്ത്രമയക്കും തോറും ഭവതിയെ
സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഹൃദയത്തിൽ അങ്ങയുടെ രൂപം വിളങ്ങുന്നുണ്ട്. സീതാസ്മരണ രാവണനിൽ അല്പനേരം നിർത്തിയാൽ അപ്പോൾ അവന്റെ അവസാനമായിരിക്കും. ആ നിമിഷത്തിൽ അവൻ വധിക്കപ്പെടുകയും ചെയ്യും. അടുത്ത ദിവസം യുദ്ധത്തിൽ തന്റെ ഐന്ദ്രജാലിക പ്രകടനം കൊണ്ട് നിറക്കുകയായിരുന്നു രാവണൻ. പടക്കളം മുഴുവൻ രാവണന്റെ സൃഷ്ടികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്ദ്രജാല പ്രയോഗം വിൽക്കുനാഥല്ലേ അറിയുള്ളൂ. എവിടെ നോക്കിയാലും പ്രേതങ്ങൾ, ഭീകരജന്തുക്കൾ, അമ്പും വില്ലും ധരിച്ച ഭൂതങ്ങൾ തുടങ്ങിയവ. ഒരു കൈയിൽ വാൾ പിടിച്ചും മറ്റേ കയ്യിൽ പിടിച്ച തലയോട്ടിയിൽ നിന്നും രക്തം കുടിച്ചും സ്ത്രീ പ്രേതങ്ങൾ നൃത്തം ചെയ്യുകയാണ്. ചൂളം വിളിക്കുന്ന ശബ്ദത്തിൽ അവർ പിടി, അടി, കൊല്ല് എന്നൊക്കെ അലരന്മാർ ഏതു ഭാഗത്തേക്ക് നീങ്ങിയോ ആ ഭാഗത്തെല്ലാം അവർ അഗ്നിഭിത്തികളെ കണ്ടു. വാനന്മാരും രക്ഷകന്മാരും അമ്പരന്ന് പോയി. രാവണൻ കനത്ത മണൽമഴ വാനര സൈന്യത്തിന്റെ മേൽ നിൽക്കാതെ പെയ്യിച്ചു. ശത്രുക്കളുടെ ദയനീയ സ്ഥിതി കണ്ട് രാവണൻ ആഹ്ലാദത്തിൽ ഗർജനം ചെയ്തു. ലക്ഷ്മണനും സുഗ്രീവനും മറ്റുള്ളവരും തളർന്നു തുടങ്ങി. തങ്ങളെ സഹായിക്കണമെന്ന് യോദ്ധാക്കൾ രാമനോട് ദയനീയ സ്വരത്തിൽ അഭ്യർത്ഥിക്കാൻ തുടങ്ങി. രാവണന്റെ ഐന്ദ്രജാലിക സൃഷ്ടികളെ അനേകം ഹനുമാന്മാർ രാമനെ കൂട്ടം കൂടി വളഞ്ഞു. ഓരോ ഹനുമാനും കൂറ്റൻ കൊടുമുടികൾ എടുത്തിരുന്നു. തങ്ങളുടെ വാലുകൊണ്ട് രാമനെ ബന്ധിക്കാനും ശ്രമിച്ചു. ആ കൂട്ടക്കൊലകളുടെയും കുഴപ്പങ്ങളുടെയും മധ്യത്തില് രാമൻ പുതുതായി പൊട്ടിവിരിഞ്ഞ പുഷ്പത്തെ പോലെ അപീഡിതനായും സ്വസ്ഥനായും പ്രശോഭിച്ചു. ആരോടാ കളി? ഭഗവാനോടാ. ഇതൊക്കെ രാക്ഷസീയ ജാലത്തിന്റെ ദുർബലങ്ങളായ ഉൽപ്പന്നങ്ങളാണെന്ന് രാമൻ അറിയാമായിരുന്നു. തന്നെ കബളിപ്പിക്കാനുള്ള രാവണന്റെ ഈ പ്രയത്നങ്ങളെല്ലാം കണ്ട് രാമൻ ഉള്ളില് ചിരിച്ചു. പിന്നെ താമസിച്ചില്ല. തന്റെ വില്ലിൽ നിന്ന് തൊടുത്ത ഒരൊറ്റ അമ്പ് കൊണ്ട് ആ ഇന്ദ്രജാല വൈദഗ്ധ്യത്തിന്റെ എല്ലാ പ്രകടനങ്ങളെയും അവിടുന്ന് നശിപ്പിച്ചു. ഒരു നിമിഷത്തിനിടയിൽ ഈ ഭീഷണ ദൃശ്യങ്ങൾ അപ്രത്യക്ഷരാവുന്നത് വാനരന്മാരും ദുഷ്ടന്മാരും കണ്ടു. അവർക്ക് വളരെ ആശ്വാസവും സന്തോഷവും ഉണ്ടായി. സൂര്യകിരണങ്ങൾക്ക് മുമ്പിൽ മഞ്ഞു ഉരുകിപ്പോകുന്നത് പോലെ രാമശരം പ്രവേശിച്ചതോടുകൂടി മുഴുവൻ പ്രകടനങ്ങളും അദൃശ്യമായി. വാനന്മാർ രാവണന് നേർക്ക് കല്ലുമഴ തന്നെ പെയ്യിച്ചു. അവർ കവണകളുമായി രാവണന് ചുറ്റും തുള്ളിച്ചാടി. രാമൻ കൂർത്ത ശരം തിരഞ്ഞെടുത്ത് രാവണന്റെ നേരെ അയച്ചു. അതൊരു തലയറുത്തു. നിമിഷത്തിനുള്ളിൽ സ്ഥാനത്ത് മറ്റൊന്ന് വളർന്നുവല്ലോ. അങ്ങനെയല്ലേ? അങ്ങനെ വീണ്ടും വീണ്ടും സംഭവിച്ചു. രാമൻ ഈ തമാശ നോക്കി നിന്ന് ആസ്വദിക്കുന്നത് പോലെ തോന്നി. ലാഭത്തിന്റെ സ്ഥാനത്ത് ലോഭം വരുന്ന പ്രതിഭാസത്തെ പറ്റി അദ്ദേഹം ഓർത്തു. എന്തെങ്കിലും കിട്ടിയാൽ കൂടുതൽ കിട്ടുവാനുള്ള ആശ മുളച്ചു വരും. അറ്റുവീഴുന്ന തല ലാഭമായും വളർന്നു വരുന്ന തല ലോഭമായും രാമന് തോന്നി. രാമരാവണന്മാർ തമ്മിൽ അതുല്യവും നിരതിശയവുമായ രോഷത്തോടുകൂടി യുദ്ധം തുടർന്നു. സാഗരം പോലെയും അമ്പരം പോലെയുമാണെന്ന് പറയാറുണ്ടല്ലോ. മറ്റൊരു പ്രതിഭാസവുമായി അവയെ താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല. അതുപോലെ രാവണ യുദ്ധം പോലെ എന്ന് മാത്രമേ പറയാനാവൂ. 18 ദിവസം ഈ യുദ്ധം നീണ്ടുനിന്നു. ഇത്രയും നീണ്ട യുദ്ധം കൊണ്ട് രാമന് യാതൊരു ക്ഷീണവും പറ്റിയില്ല. രാമൻ അതൊരു ലീലയോ വിനോദമായിരുന്നു. 14 കൊല്ലത്തെ വനവാസം അവസാനിക്കാൻ 40 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധമാകുന്ന ലീലയിൽ അദ്ദേഹത്തിന് എത്ര സമയം വേണമെങ്കിലും ഏർപ്പെടാമായിരുന്നു. രാവണന്റെ അവസാനത്തെ പറ്റി രാമൻ തീരുമാനിച്ചാൽ രാവണന് തന്റെ അന്ത്യം നീട്ടിക്കൊണ്ടുപോവാനോ ആ തീരുമാനത്തെ മാറ്റാനോ കഴിയുമോ? ഇല്ലല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി രാവണന് ദുശകുലങ്ങളെ പിന്നെ ഉണ്ടായുള്ളൂ. നായ്ക്കളും കുർക്കന്മാരും ഓരിയിട്ടു, കഴുതകൾ കരഞ്ഞു, പക്ഷികളും മൃഗങ്ങളും ദയനീയമായി വിലപിച്ചു. ആകാശത്തു നിന്നും തീയുണ്ടകൾ കാണപ്പെട്ടു. ഒരാള് പോയി. ജയവിജയന്മാരിൽ വിജയം പോയി. ഇവിടെ ഭഗവാന്റെ പാർഷദ സ്ഥാനത്തേക്ക് ആയില്ല. ഒരു ജന്മം കൂടി ഉണ്ടത്രേ. മണ്ഡോദരി രാജ്ഞിയുടെ ഹൃദയം ഉച്ചത്തിലും വേഗത്തിലും മിടിക്കാൻ തുടങ്ങി. ആ ദ്വീപിലെ ഗൃഹങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ കണ്ണുനീർ ധാരാളമായി പൊഴിച്ചു. കുന്നിന്മേലും താഴ്വരയിലും സർവത്ര ജോലിക്കാറ്റുകൾ വിപത്തുകൾ വിതറി. വിപൽ സൂചകമായ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചതോടെ ദേവന്മാർ രാക്ഷസന്മാരുടെ അന്ത്യം അടുത്തുവെന്നറിഞ്ഞു. ജയ 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 രാമ രാമ, ജയ ജയ രാമ രാമ എന്നുള്ള ശബ്ദം മുഴക്കിക്കൊണ്ട് ധർമ്മത്തിന്റെ വിജയം ദർശിക്കുന്നതിനായി അവർ ആകാശത്തിൽ നിരന്നു. 31 ശരങ്ങൾ ഒരു കൂട്ടമായി ഒരേ സമയത്ത് തന്നെ രാവണന്റെ നേർക്കയച്ചു. മാരകമായ മൂർഖൻ പാമ്പുകളെ പോലെ ചീറിച്ചെന്നു. ഒരസ്ത്രം രാവണന്റെ നാഭിയുടെ കീഴിലുണ്ടായിരുന്ന അമൃത കലശത്തിലേക്ക് കടന്നു. ബാക്കിയുള്ള 30 അവന്റെ തലകളും കൈകളും ഛേദിച്ചു കളഞ്ഞു.
തലകളും കൈകളും നിലത്തുരുണ്ടപ്പോൾ അവ തുള്ളി തുള്ളിയും പൊന്തിയും താണും ഉന്മത്ത നൃത്തം ചെയ്തു. എന്ത് തല. കുറെ കഴിഞ്ഞപ്പോൾ അവ ശാന്തമായി. അങ്ങനെ രാവണൻ ജീവൻ വെടിഞ്ഞ് സ്വർഗത്തിലെത്തി. നമ്മുടെ രാമായണത്തിൽ പറയുന്നത് ആര് മന്ത്രം പറഞ്ഞു കൊടുത്തു എന്നല്ല പറയുന്നത്. സന്താപനാശകരായ നമോ നമ, അന്ധകാരായ നമോ നമ എന്നുള്ള ആ ഒരു മന്ത്രം, സൂര്യനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രമാണത്. അത് പറഞ്ഞു കൊടുക്കുന്നു. ആര് ചെറിയൊരു മഹർഷി ഉണ്ടല്ലോ, നമുക്ക് നീളം പറഞ്ഞു പേര് കിട്ടൂല ഇടക്കിടക്ക്. അങ്ങനെ ആ മന്ത്രം ജപിച്ചിട്ട് ബ്രഹ്മാസ്ത്രം കൊണ്ട് അങ്ങനെ രാവണൻ ജീവൻ വെടിഞ്ഞ് സ്വർഗത്തിലെത്തി. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ 14-ാമത്തെ ദിവസമായിരുന്നു അത്. ആ ഘട്ടത്തിൽ ആകാശത്തിൽ ദേവവാദ്യങ്ങൾ മുഴങ്ങി. രാവണന്റെ ആത്മതേജസ് രാമനിൽ ലയിച്ചു. വാനർമാർ അത്ഭുതസ്തബ്ധരായി. തികച്ചും 18 ദിവസം നീണ്ടുനിന്ന രാവണ യുദ്ധത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട രാമന്റെ ശക്തിയും വീര്യവും വാനന്മാരെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അഗസ്ത്യ മഹർഷിയാണ് സന്താപനാശകരായ നമോ നമ ആദിത്യ ഹൃദയം എന്നുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്ന. ആ മന്ത്രം ജപിച്ചുകൊണ്ട് അസ്ത്രം അയച്ച സമയത്താണ് രാവണൻ മരിക്കുന്നത്. അവർ ഏകസ്വരത്തിൽ ജയ ജയ രാമ രാമ എന്ന് ഉദ്ഘോഷിച്ചു. അങ്ങനെ രാവണന്റെ അവസാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കൂടെ മതിയാക്കാം. നല്ലൊരു ഭാഗമല്ല നമുക്ക് കിട്ടിയത്. ബാക്കി കാര്യങ്ങൾ നാളെ ഭഗവാന്റെ അനുമതിയോടുകൂടി പറഞ്ഞിട്ടാണെന്ന് വിചാരിക്കും. പൂർവം രാമതപോവനാനിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം കാലേ നിഗ്രഹണം സമുദ്രഹരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിഘ്നം രാമ